അപ്പൂപ്പന്റെ മുറിയിലേക്ക് പോവാണേ. നോക്കാമൂ, മുറി ആകെ പൊടി പിടിച്ചിരിക്കുകയാണേ. വർഷം 1923 കമ്പനി ഭരണം നടത്തുന്ന മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലെ മലബാറിൽ കുറുമ്പ്രനാട് എന്ന താലൂക്കിലെ ശിവപുരം അംശം കരുമല ദേശത്തിലെ തേനാക്കുഴി എന്ന പേരായ സ്ഥലത്ത് ഇതൊരു മനുഷ്യന്റെ ജീവിതരേഖയാണ്. തന്റെ ഇച്ഛാശക്തിയാലും ഒരു നാടിനോടുള്ള അർപ്പണബോധത്താലും അദ്ദേഹം കെട്ടിയുയർത്തിയ ഒരു എഴുത്തുപള്ളിക്കൂടത്തിന്റെ ചരിത്രം. ഒരു നാടിനെ വിദ്യയുടെ ഉദയകിരണങ്ങളെ കാണിച്ചു നൽകി അജ്ഞതയുടെ ഇരുട്ടകറ്റാൻ അങ്ങനെയൊരു ദിഷണാശാലി കടന്നു വന്നു. അന്നൊരിക്കൽ ഞങ്ങളുടെ തൊഴിലിടത്തേക്ക് അദ്ദേഹം വരികയുണ്ടായി. പതിവ് ജോലിയിൽ മുഴുകിയ അച്ഛനോട് അല്പഗൗരവത്തോടെ കുറെ സംസാരിച്ചു. അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്ന എന്നോട് പോകുന്ന നേരം ആ ഇടത്തേക്ക് വരണമെന്ന് മാത്രം പറഞ്ഞു. പരിചിതമായ ഒത്തിരി മുഖങ്ങൾ, സമീപത്തെമ്പാടുമുള്ള എൻ്റെ സമപ്രായക്കാർ. അക്ഷരത്തിൻ്റെ ആദ്യ പാഠങ്ങളോടെ അറിവിൻ്റെ അനന്തമായൊരു വിഹായസിനെ അദ്ദേഹം ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു തന്നു. അദ്ദേഹത്തെ തികഞ്ഞ ബഹുമാനത്തോടെ ഞങ്ങൾ ഗുരുവെന്ന് അഭിസംബോധന ചെയ്തു. അറിവിൻ്റെ പുതിയ ദിശാബോധവുമായി സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ഇറങ്ങിച്ചെന്ന ആ മഹത് വ്യക്തിത്വം ആ നാടിൻ്റെ ആദ്യ ഗുരുനാഥനായി മാറി. അദ്ദേഹത്തെ ശങ്കരൻ മാസ്റ്റർ എന്നറിയപ്പെട്ടു. അദ്ദേഹം ആ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് വിജ്ഞാനത്തിൻ്റെ പുതിയ പാതകൾ തെളിച്ചു. അങ്ങനെ കരുമല പ്രദേശത്ത് തേനാക്കുഴിയിൽ ഒരു എഴുത്തുപള്ളിക്കൂടം പ്രാവർത്തികമാക്കി. എൻ്റെ എല്ലാ അഭിവൃദ്ധിക്കും അടിസ്ഥാനമിട്ടത് ശിവപുരം സ്കൂളാണ്. ഈശ്വര പ്രാർത്ഥനയോട് കൂടിയാണ് അന്ന് ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുക. എൻ്റെ ഓർമ്മയിൽ ചന്തമേറിയ പൂവിലും ശബളാഭമം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കട്ടിയും അന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്ത് വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും അന്തചാരു കടാക്ഷമാലകളർക്കരശ്മി നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശൻ വാഴ്ത്തുവിൻ. ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. പഴയ കുറുമ്പ്രനാട് താലൂക്കിൽ ശിവപുരംശ കരുമല ദേശത്ത് തേനാക്കുഴി എന്ന സ്ഥലത്താണ് സ്കൂൾ സ്ഥാപിച്ചത്. സ്കൂളിൻ്റെ ആദ്യകാല പേര് ശിവപുരം സ്കൂൾ എന്ന് തന്നെയായിരുന്നു. ചിലരെ തേനാക്കുഴിയിലെ സ്കൂൾ എന്നും പറയാറുണ്ടായിരുന്നു. വിദ്യാഭ്യാസം കൊടുക്കണം, നാട്ടിൽ വിദ്യാഭ്യാസം വരണം എന്നുള്ള ഒരു ആവശ്യത്തിൽ ആണ് ഇത് വന്നിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാവസ്ഥയിലിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ അച്ചാച്ചൻ ഈ സ്കൂള് തുടങ്ങിയത്. ആ സമയത്ത് മറ്റുള്ള കുട്ടികളെ അവരെ വീട്ടിൽ പോയിട്ട് കുട്ടികളെ കണ്ട് പഠിക്കാൻ അവരെ വിളിച്ചു വരുത്തേണ്ട ഒരു കാലം കൂടിയായിരുന്നു അത്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ആ ഒരു ഇങ്ങനെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന് തോന്നിയത്. 1923 ശങ്കരൻ മാസ്റ്റർ ഒരു പള്ളിക്കൂടമായി ആരംഭിച്ച ഈ സ്കൂളിന് 1925 ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ലഭിക്കുന്നത്. അത്തരം കാലഘട്ടങ്ങളിൽ നമ്മൾ ബ്രിട്ടീഷ് ഭരണകാലത്തും അതേപോലെ ജാതീയവും മതപരമായിട്ടുള്ള വിവേചനം നേരിടുന്ന കാലഘട്ടത്തിൽ
എല്ലാ വിദ്യാർത്ഥികൾക്കും ജാതി മതഭേദമന്യേ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇരുന്ന് പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്ത ദീർഘദർശിയായ അധ്യാപകനായിരുന്നു നമ്മുടെ ശങ്കരൻ മാസ്റ്റർ. അന്ന് വീട്ടിലും അവസ്ഥ മോശമാണ്. അപ്പോൾ എങ്കിലും ഇത്രയൊക്കെ ആയിട്ടും സ്വന്തം വീട്ടിൽ നിന്ന് ഈ വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ആദ്യം അവരെ അച്ചാച്ചൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു. പിന്നീട് ഈ സ്ഥാപനം നമ്മളിപ്പോൾ ഇരിക്കുന്ന ശങ്കരൻ മാസ്റ്റർ മെമ്മോറിയൽ AUP സ്കൂൾ എന്ന ഈ ഒരു പ്രദേശത്തേക്ക് മാറ്റപ്പെട്ടപ്പോൾ 1925 മദ്രാസ് പ്രസിഡൻസിയുടെ എലിമെൻ്ററി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ് അത്തരമൊരു അംഗീകാരം നേടിയെടുത്തുകൊണ്ട് നമ്മൾ ഇത്തരമൊരു സ്ഥാപനത്തെ വളർത്തിയെടുത്തത്. ശരിക്കും അദ്ദേഹത്തെ യുഗപ്രഭാവൻ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. കാരണം അന്ന് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഒരു പ്രാന്തദർശിത്വം, ഒരു ദീർഘവീക്ഷണം, ഈ പ്രദേശത്തെ അസ്പൃശ്യത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് വിദ്യ അഭ്യസിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നത് ദൈവനിയോഗം പോലെ അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പോൾ അന്നത്തെ പരിഗണനയനുസരിച്ച് അത്തരത്തിലുള്ള ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ തുടങ്ങുവാൻ അതിനുള്ള ഒരു അനുകൂലമായ സാഹചര്യമായിരുന്നില്ല നിലവിലുള്ളത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം എല്ലാവർക്കും പൊതുവായ രീതിയിൽ കിട്ടത്തക്ക സംവിധാനം ഉണ്ടായിരുന്നില്ല. എല്ലാ കുടുംബങ്ങളിലെയും എല്ലാ വിദ്യാർത്ഥികളും വിദ്യാഭ്യാസം നേടുക എന്നുള്ളതുണ്ടായിരുന്നില്ല. അതിൽ തന്നെ അന്നത്തെ ഒരു പരിഗണന അനുസരിച്ച് സാമുദായികമായും അതിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സാമൂഹ്യ അവബോധവും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിബദ്ധതയുമൊക്കെ കാരണം അവിടുത്തെ ചുറ്റുപാടുമുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ശ്രീ കാരോളി ശങ്കരൻ മാഷ് ഈ വിദ്യാലയം ആരംഭിക്കുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു അക്കാലത്ത് ഒരു ഉൽപ്പതിഷ്ണുവായിരിക്കും. വളരെയധികം വിശാലമായ അക്കാലത്തെ ചിന്ത അദ്ദേഹത്തിനുണ്ടാവും. അങ്ങനെയുള്ള ഒരു കാലത്ത് എഴുത്തുപള്ളിയാണ് ശിവപുരം AUP സ്കൂൾ. അതിന് ഇപ്പോഴത്തെ പേര് SMM AUP ആണെങ്കിലും പഴയ പേര് ശിവപുരം AUP സ്കൂൾ എന്നാണ്. പണ്ട് കാലത്ത് സ്കൂളിൽ പോകുക സ്കൂൾ എന്നുള്ള സംജ്ഞയല്ല. തിരുവിതാംകൂറിലൊക്കെ പള്ളിക്കൂടം എന്ന് പറയാം. അധ്യാപകൻ എന്ന് പറയില്ല, വാദ്യാരെന്ന്, ആശാൻ എന്നൊക്കെ പറയാം. സ്കൂളിൽ പോകുക എന്നല്ല, പഠിക്കാൻ പോകുന്നല്ല, എഴുതാൻ പോവുക. സ്കൂളിൽ പോകുന്നത് എഴുതാൻ പോകുന്നു, അത്രയേ ഉള്ളായിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ടാണ് പിന്നീട് സ്കൂളിൽ നിന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നത്. വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ എഴുത്തുപള്ളിക്കൂടങ്ങൾ, പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ളത്, നിലത്തിരുന്നു തന്നെ പഠിക്കുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അതിൻ്റെയും പഠനം ആരംഭിച്ചത്. പക്ഷേ എന്നിരുന്നാലും ആ ചുറ്റുപാടിലുള്ള എല്ലാവരെയും അവിടെ വിദ്യാലയത്തിൽ എത്തിക്കാനുള്ള പ്രവർത്തനം ഉണ്ടായി. ഭാഗ്യവശാൽ അവിടെ അദ്ദേഹത്തിന് അനുകൂലമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചിന്താഗതിക്ക് അനുസരിച്ച് തന്നെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള മറ്റു ചില സഹപ്രവർത്തകന്മാരെയും അധ്യാപകന്മാരായ അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെയാണ് ആ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനം അവിടെ ആരംഭിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടക്കം നല്ലൊരു മാറ്റം ആ പ്രദേശത്തുണ്ടാക്കി. അത് ജനങ്ങൾ ഉൾക്കൊണ്ടു. പിന്നീട് കാലത്തിനനുസരിച്ച് മാറ്റം വന്നു, സ്കൂളായി വന്നു. അപ്പോൾ ശങ്കരൻ മാഷ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെടുന്ന വ്യക്തി എന്ത് ചെയ്തു? ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് എഴുത്തും വായനയും പറഞ്ഞു കൊടുത്തു. ഒരു നാട്ടിൽ വിദ്യാലയം വരികയെന്നാൽ ആ നാടിൻ്റെ പുരോഗതിയിൽ സുപ്രധാന പങ്ക് വഹിക്കുക എന്ന് തന്നെയാണ്. അറിവിനോടുള്ള മമതയെ ആ നാട്ടുകാർ അന്നും ഉൾക്കൊള്ളുക തന്നെ ചെയ്തു. ഓലമേഞ്ഞ ഒരു പഴയ നീണ്ട കെട്ടിടമായിരുന്നു പണ്ടത്തെ സ്കൂൾ. ഒക്കെ കുട്ടികളെ ചേർക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിലെത്തുക, അധ്യാപകൻ അവരുടെ പേരെഴുതി അവിടെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതോടുകൂടി പ്രവേശന ഗുണമൊക്കെ കഴിഞ്ഞു. അന്ന് ഒരു ക്ലാസ്സിൽ ഒരു 10-20 പേരെ ഉണ്ടാവുള്ളൂ, ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിയിട്ട്. ഇത്ര പേരെ ഉണ്ടാവുള്ളൂ. സ്കൂളിൽ വരുന്ന ആൺകുട്ടികളിൽ അധികവും വള്ളി ട്രൗസർ അല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ട് കൊടുത്താണ് വരിക. കുപ്പായൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. പെൺകുട്ടികളും ഒരു തോർത്തുമുണ്ടൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഹാളിൽ ഒരു അധ്യാപകന് ഒരു മേശ ഒരു കസേല ഉണ്ടാവും. അതിൻ്റെ ചുറ്റുപാടായിട്ട് ഓരോരോ ബെഞ്ച് ഇങ്ങനെ നീളത്തിലിടും. അങ്ങനെ ഒരു സ്ക്വയറിൽ ഇങ്ങനെ ബെഞ്ചിടും. അതിലാണ് ഇരിക്കുക. എന്തെങ്കിലും എഴുതണം തോന്നിയാൽ നിലത്തിരുന്നിട്ട് ആ ബെഞ്ചിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് സ്ലേറ്റിലൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ എഴുതേണ്ടതൊക്കെ അങ്ങനെ ചെയ്യും. അന്ന് കണക്കും മലയാളമാണ് പ്രധാന വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്നത്. അതെല്ലാം തന്നെ പഠിപ്പിച്ചിരുന്ന ഒരധ്യാപകൻ തന്നെയാണ്.
അന്നത്തെ ഗ്രഹപാഠങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലതെല്ലാം മനഃപ്പാഠം പഠിച്ച് വരിക എന്നുള്ളതാണ്. കണക്കിൽ ഗുണകോഷ്ടം. മലയാളത്തിൽ ഞാൻ അന്ന് പഠിച്ചതിൽ ചിലതിപ്പോഴും ഓർമ്മയുണ്ട്. ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം, മിന്നും പൊന്നിൻ കിരീടം, തരിവള കടകം കാഞ്ചി പൂഞ്ചേലമാല, ധന്യശ്രീ വത്സസൽ കൗസ്തുഭമിടകലരും ചാരുദോരന്തരാളം. എല്ലാവരുമായിട്ട് കൂട്ടുകൂടെ അങ്ങനെ ചങ്ങാതിമാരുണ്ടല്ലോ, അതുകൊണ്ടാണ് സ്കൂളിൽ പോകാനുള്ള പ്രധാന കാരണം. സൗഹൃദങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എല്ലാവരുമായിട്ട് സൗഹൃദത്തിലായിരുന്നു. അന്നൊക്കെ ഞാനും അത്യാവശ്യം കുസൃതി കാട്ടുന്ന ഒരു കുട്ടിയായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം മരത്തിലേക്ക് പാഞ്ഞു കയറുകയും താഴെ വീഴുകയും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ നല്ലൊരു ഓർമ്മകളിൽ ഉള്ളതാണ്. അനശ്വരമായ ഒരു മഹാസമർപ്പണത്തിൻ്റെ ദീപ്തോജ്വലമായ സ്മരണകൾ ബാക്കിയാക്കി ആ യുഗപുരുഷൻ ത്യാഗപൂർണമായ തൻ്റെ ജീവിതം വെടിഞ്ഞു. അച്ചാച്ചൻ ശ്രീ ശങ്കരൻ മാസ്റ്ററുടെ മരണശേഷം എൻ്റെ അച്ഛൻ ശ്രീ ദാമോദരൻ മാസ്റ്റർ ഔദ്യോഗികമായി ഈ പദവി ഏറ്റെടുക്കുകയായിരുന്നു. ദാമോദരൻ മാസ്റ്റർ, ശങ്കരൻ മാസ്റ്ററുടെ മകനായിരിക്കും ദാമോദരൻ മാസ്റ്റർ ഹെഡ് മാസ്റ്റർ ആവുകയും അതിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കുകയും ചെയ്യും. പിന്നീട് അതിൻ്റെ പ്രയാണം വളരെ വളരെ നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിനും മറ്റ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അനുകരണീയമായിട്ടുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മാതൃകാപരമായ വിദ്യാലയമായിരുന്നു. ശിവപുരം കെ ദാമോദരൻ എന്നറിയപ്പെടുന്ന തികഞ്ഞ ഗാന്ധിയനും അതേപോലെ തന്നെ വാഗ്ഭടാനന്ദ ഗുരുദേവൻ്റെ ശിഷ്യനും അതേപോലെ വാഗ്മിയും സർവസമ്മതനുമായിട്ടുള്ള അദ്ദേഹം ഇത് ഏറ്റെടുത്ത കാലഘട്ടം മുതൽ വളരെ കർശനമായ ചില വ്യവസ്ഥകളോടുകൂടി ഈ സ്ഥാപനം നൂറ്റാണ്ടുകൾ നിലനിൽക്കണമെന്ന ഉത്കടമായ ആഗ്രഹത്തോടു കൂടി തന്നെ വളരെ നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. എന്നാൽ ദാമോദരൻ മാഷ് അധ്യാപകൻ ആയി വരികയും അദ്ദേഹം പ്രധാന അധ്യാപകൻ എന്നുള്ള ചുമതല ഏറ്റെടുക്കുകയും ചെയ്തപ്പോഴേക്ക് കുറേ കൂടി സാമൂഹിക വ്യവസ്ഥിതിയിൽ മാറ്റമുണ്ടായി. നമ്മുടെ സ്വാതന്ത്ര്യ സമ്പാദനം നടന്നു. അതിൻ്റെ ഭാഗമായി വിദ്യാലയങ്ങൾക്കൊക്കെ ഉയർച്ച ഉണ്ടായ സമയത്ത് കുറേ കൂടി നല്ല രീതിയിൽ, അപ്പോൾ അത് കുറേ കൂടി വിപുലമായ രീതിയിലുള്ള ഒരു വിദ്യാലയമായി തീർന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതാണ്ട് ഒരു 10-15 പഞ്ചായത്തുകൾ, അതിന് ചുറ്റുമുള്ള പഞ്ചായത്തുകളിൽ നിന്നൊക്കെ കുട്ടികൾ അവിടെ പഠിക്കാൻ വന്നിരുന്നു. പിന്നീട് ഈ മഹാനുഭാവൻ്റെ, അതായത് ഒരു പ്രദേശത്ത് എഴുത്തും വായനയും കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനത്തെ പിന്നെ അദ്ദേഹത്തിൻ്റെ മകനും പ്രധാന അധ്യാപകനായ ദാമോദരൻ മാഷ് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് ശങ്കരൻ മാസ്റ്റർ മെമ്മോറിയൽ UP സ്കൂളിൽ പേര് കിട്ടു. അത് ഏറ്റവും ആ മനുഷ്യൻ്റെ, അതായത് പ്രധാന അധ്യാപകനും ദാമോദരൻ മാഷ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പ്രത്യേക പരിഗണന നൽകിയിരുന്നു ദാമോദരൻ മാസ്റ്റർ. പെൺകുട്ടികളെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും കൈപിടിച്ചു കൊണ്ടുവരാൻ വലിയ തോതിലുള്ള ശ്രമം നടത്തിയ ഒരു മാന്യദ്ദേഹം കൂടിയാണ് അദ്ദേഹം. ദാമോദരൻ മാഷയെക്കുറിച്ച് ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളെക്കുറിച്ചും അദ്ദേഹം സമൂഹത്തിന് നൽകുന്നതായ പാഠങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ പറയാനുള്ളതായ ഒരു അദ്ദേഹമാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ അവിടെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്, പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പിന്നെ കുട്ടികളുള്ള പെരുമാറ്റ ശൈലി, ആരെ കണ്ടാലും ഇങ്ങനെ ആ വന്ദനം ചെയ്യുക, അത് നമ്മളും ചെയ്യണം. ടീച്ചേഴ്സ് ആണെങ്കിലും ആ ഓഫീസ് മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ നമസ്കാരം ചെയ്തിട്ടേ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നല്ല നല്ല ശീലങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും അദ്ദേഹം നല്ല ശ്രമം നടത്തുമായിരുന്നു. പ്രഗത്ഭനായ അധ്യാപകനായിരുന്നു. പിന്നെ ദാമോദരൻ മാഷ് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. പിന്നെ 10, 35, 36, 37 ആളൊക്കെ ഉണ്ടാവും മാഷുമാർ. പല തരത്തിലും പിന്നെ ലീവ് വേക്കൻസി ആയിട്ടുണ്ടാവും. ഇവരെല്ലാം സംഘടിപ്പിച്ചിട്ട് ഇവരൊക്കെ നേരെ വഴിക്ക് നടത്തിയിട്ട് വളരെ അതിന്ന് ഒരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. ഒരു കഴിവുറ്റ ഹെഡ് മാഷായിരുന്നു. സ്കൂളിൽ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും വളരെ അച്ചടക്കത്തോടു കൂടി പഠിക്കാനുള്ള താല്പര്യത്തോടു കൂടി വരും. അധ്യാപകർ പറയുന്നത് കേട്ട് അതനുസരിക്കാൻ
വലിയ താല്പര്യം കാണിക്കും. ആ കാലത്തൊക്കെ ദാരിദ്ര്യമാണ്, വളരെ ദാരിദ്ര്യമാണ്. 45-ലല്ലേ ഞങ്ങൾ റോഡുമ്പിലുള്ള പിന്നെ മാങ്ങ തിന്നിട്ടാണ് ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടാലും പിന്നെ മാങ്ങയൊക്കെ തിന്നിട്ടാണ് ഉച്ചയ്ക്ക് വെള്ളവും കുടിക്കും, പച്ചവെള്ളവും കുടിക്കും. ഇതാണ് ഞാളെയൊക്കെ ഭക്ഷണം. അന്നേ ഈ കുട്ടികൾക്ക് പാലുണ്ടായിരുന്നു, അമേരിക്കൻ പാല്, വലിയ ഡ്രമ്മാണ്. ആ ഡ്രമ്മിൽ പാൽപ്പൊടി അതിലായിരിക്കും ഉണ്ടാവുക. അതിൽ നിന്ന് അത് ഈ പാത്രത്തിൽ വെള്ളം പാർന്നിട്ട് അതിൽ ഇട്ട് കലക്കിയിട്ട് നന്നായിട്ട് കലക്കി തിളപ്പിച്ചിട്ട് അതാണ് കുട്ടികൾക്ക് പിന്നെ അത് കഴിക്കാനായിട്ട് ആവശ്യമായ പാത്രങ്ങൾ കൊണ്ടുവരും. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പിന്നെ റവ വന്നിട്ടുണ്ട്. റവ കൊണ്ടുള്ള ഒരു പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. പിന്നെയാണ് കഞ്ഞി വന്നത്. പിന്നെ കഞ്ഞി ആ കാലത്തുള്ള ഇതൊക്കെ രണ്ടാം ലോകമഹായുദ്ധ കാലത്തുള്ള അന്ന് മുതൽക്ക് തുടങ്ങിയതാണ് പറഞ്ഞ കെയറിൻ്റെ പാല്, അമേരിക്കൻ്റെ പാലും പിന്നെ ഈ സംഗതികളൊക്കെ. ഞാൻ 5ാം തരത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പം സ്വാതന്ത്ര്യം വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നതായ ഒരു പരിപാടി ഉണ്ടായിരുന്നു. 1947 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി. അതിൻ്റെ ആഘോഷങ്ങളിൽ സ്കൂളും ഒരേപോലെ പങ്കുചേർന്നു. വരിയായി നിന്നിട്ട് എല്ലാവരും അങ്ങോട്ട് യാത്ര പോകും. അപ്പം ആ സന്ദർഭത്തിലാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിനെ പറ്റിക്കുറിച്ചുള്ളതായ കാര്യങ്ങളല്ലേ കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ആ ജാഥയിൽ ഇങ്ങനെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ കാലത്ത്. അപ്പം ഈ സന്ദർഭങ്ങളിൽ എല്ലാവർക്കും കുറേ താല്പര്യത്തോടു കൂടി പോകാൻ സാധിച്ചു. അങ്ങനെയുള്ളതായ ഒരു പ്രവർത്തനത്തിന് ഒരു കൊടിയൊക്കെ കൈ കിട്ടുകയും അതും പിടിച്ച് നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു അഭിമാനം പോലെ തോന്നുമായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം നാട്ടിലെ അവസ്ഥ തികച്ചും ക്ലേശകരമായി തന്നെ തുടർന്നു. എങ്കിലും അറിവ് കാംക്ഷിക്കുന്ന ഒരു ജനതയെ അതിനു മുന്നേ തന്നെ വാർത്തെടുത്തു കഴിഞ്ഞിരുന്നു. ജീവിക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. കാരണം ഒരു കുട്ടിക്ക് വിദ്യാലയത്തിൽ വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഷർട്ട് ഇടാൻ പോലും ഷർട്ടില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആക്ച്വലി ആ കാലഘട്ടം വളരെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ കഷ്ടമുള്ള സമയമാണ്. ഈ സ്കൂളിൻ്റെ ബിൽഡിങ്ങിൻ്റെ കാര്യവും എല്ലാം ഒന്നും പെർമനൻറ്റ് ബിൽഡിംഗ് ഇല്ല. വളരെ മോശം അവസ്ഥ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ സ്കൂളിൻ്റെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം ഓല മേഞ്ഞ ബിൽഡിംഗ് ആയിരുന്നു. അതിന് ഓല വർഷത്തിൽ ആ ഓല സംഘടിപ്പിക്കുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് അറിയുന്നതാണ്. ഞാനും ഈ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പം ആ ഓല സംഘടിപ്പിക്കുന്നതും ചില നല്ലവരായ ചില വീട്ടുകാരെല്ലാം കുറച്ച് ഓല തന്ന് സഹായിക്കാറുണ്ട്. മറ്റതെല്ലാം നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീട്ടിലൊക്കെ വളരെ മോശം അവസ്ഥയായിരുന്നു. പക്ഷെ എങ്കിലും ക്രമേണ അത് അമ്മേൻ്റെ സ്വർണ്ണമൊക്കെ പണയം വെച്ച് അമ്മേൻ്റെ സൈഡിൽ നിന്നും വളരെ നല്ല സപ്പോർട്ട് ആയിരുന്നു അന്നുണ്ടായിരുന്ന അച്ഛന് കിട്ടിയിരുന്നത്. 49 ഉറുപ്പിയാണ് ആദ്യം വാങ്ങിയത്. അങ്ങനെയാണ് 1958 EMSൻ്റെ കാലത്ത് മുണ്ടശ്ശേരി മാഷ് ആ കാലത്ത് ആണ് ഒരു ശമ്പള പരിഷ്കരണം ഉണ്ടായത്. 40-120 40 4 60 5 120 ഒരു ശമ്പള സ്കെയിൽ വന്നത്. ഓരോ കാലഘട്ടത്തിലും ഇതിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ള പൂർവ്വസൂരികളായിട്ടുള്ള മഹാരഥന്മാർ, അവരെ മഹാരഥന്മാർ എന്നേ വിളിക്കാൻ പറ്റൂ. കാരണം അത്രയ്ക്കും പ്രയാസം നിറഞ്ഞൊരു കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിൻ്റെ നന്മയെ ലക്ഷ്യമാക്കി അവരൊന്നും തന്നെ നമ്മളെ സാമ്പത്തിക ലാഭമോ വേതനമോ ഒന്നും നിശ്ചയിച്ച് അത് കിട്ടും എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരുന്നില്ല ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വിദ്യ നൽകിയത് എന്നുള്ളതാണ്. അവർ ആ വിദ്യാഭ്യാസം നൽകിയ ആളുകളെല്ലാം തന്നെ പ്രഗത്ഭമതികളായിരുന്നു. ഈ പ്രദേശത്തെ എണ്ണം പറഞ്ഞ വിദ്യാവിചക്ഷണന്മാരാണ്. ആ വിദ്യാവിചക്ഷണന്മാരുടെ നേതൃത്വത്തിൽ മാതൃകയാർന്ന ചിട്ടയായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുൻകാലങ്ങളിൽ കഴിഞ്ഞു. സ്കൂളിനെ സംബന്ധിച്ച് ജാതീയമായിട്ട് യാതൊരു വിവേചനവും അവിടെ കാണിച്ചിട്ടില്ല. പുതിയ കേരള രൂപീകരണത്തിന് ശേഷം നല്ല അന്തരീക്ഷത്തിൽ ജീവിച്ച് വളരുന്ന കേരളത്തിൻ്റെ കൂടെ തന്നെ ഈ പ്രദേശവും അതിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ അക്ഷരാഭ്യാസത്തിൻ്റെ തുടക്കം തന്നെ ആയിരുന്നു. ദാമോദരൻ മാഷയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഏവർക്കും മാതൃകാപരമാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിലാണ്
സ്കൂളിൻ്റെ വ്യത്യസ്ത പരിപാടികൾ ആസൂത്രണം നടന്നത്. അതിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒന്നാണ് നമ്മുടെ സ്കൂളിൻ്റെ അച്ചടക്കം. അച്ചടക്കം എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റായതിലൂടെ കുട്ടികളെ അനാവശ്യമായിട്ടൊരു ലഹളയോ കാര്യം ഉണ്ടാക്കിയില്ല. ഭയങ്കര അച്ചടക്കമായിരുന്നു. പഠിപ്പിക്കാനും ഭയങ്കര ഇതായിരുന്നു. ഒന്നിനും എങ്ങോട്ടും പോകാനൊന്നും ഇവർ സമ്മതിക്കില്ല. അത്രയും സ്ട്രിക്റ്റായിട്ട് തന്നെയായിരുന്നു അന്ന് സ്കൂൾ. അക്കാലത്ത് മറ്റ് വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആ വിദ്യാലയത്തിൽ അച്ചടക്കമായിരുന്നു. അക്കാലം മുതൽ തന്നെ വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് കുട്ടികൾ പുറത്തു വരുമ്പോൾ ബെല്ലടിച്ചു കഴിഞ്ഞു എല്ലാവരും കൂടി ഓടിപ്പോവുക എന്നുള്ള സംവിധാനമേ അവിടെ ഉണ്ടായിരുന്നില്ല. കുട്ടികൾ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് വരിയായി മുറ്റത്ത് വന്ന് നിൽക്കണം. അപ്പോൾ അവനെ നിയന്ത്രിക്കാൻ അധ്യാപകന്മാരുണ്ടാവും. കുട്ടികൾ വരിക്ക് വലതുഭാഗം വലതോരം ചേർന്നിട്ടേ പോകാൻ പാടുള്ളൂ. ഗേറ്റ് വരെ ഒരുമിച്ച് പോകുന്നു. പിന്നീട് വലത്തോട്ടും ഇടത്തോട്ടും റോഡിൻ്റെ 2 വശങ്ങളിലേക്കും പോകേണ്ടവർ 2 വശങ്ങളിലും ഒരു വശത്തുകൂടി മാത്രം വരിയായി മാത്രമേ പോകാൻ പാടുള്ളൂ. എവിടെ നിന്നാണോ അവർക്ക് ആ വരിയിൽ നിന്ന് അവരുടെ വീടുകളിലേക്ക് മാറേണ്ടത്, അതല്ലാതെ റോഡിൽ നിരന്നു കിടക്കുക, 2 വശത്തുകൂടെയും പോവുക, അച്ചടക്കമില്ലാതെ പോവുക, ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ബോധ്യപ്പെടുത്തുന്ന ഇങ്ങനെ വരിക്ക് നടക്കണം, റോഡ് നിയമം പാലിക്കണം എന്നൊക്കെ ക്ലാസ്സൊക്കെ കൊടുക്കുകയായിരുന്നു. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ബസ്സുകളിലൊക്കെ പോകുന്ന ആളുകൾ പലപ്പോഴും അത്ഭുതത്തോടു കൂടി ഈ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കുട്ടികൾ വരിയായി പോകുമ്പോൾ ആദ്യം അവർ വിചാരിക്കുന്നു എന്തോ മൗനജാതിയോ അല്ലെങ്കിൽ എന്തോ ഒരു പരിപാടിയാണ്. പിന്നീട് അവർക്ക് ബോധ്യമായി ഇത് അങ്ങനെയല്ല, ഒരു വിദ്യാലയത്തിൽ നിന്ന് വിദ്യാലയം വിട്ടു പോകുന്ന കുട്ടികളാണ്. അപ്പോൾ അതിൻ്റെ അച്ചടക്കത്തെക്കുറിച്ചുള്ള പേരും പെരുമയൊക്കെ നമ്മുടെ സബ് ജില്ലയിൽ മാത്രമല്ല ജില്ലയിലും അതിനപ്പുറത്തേക്കുമൊക്കെ വളരാനുള്ള അവസരമുണ്ട്. മാഷ് ഇങ്ങനെ ഹെഡ് മാഷ് വരാതെ കൂടെ നല്ല ചൂരലായിട്ട് ഇങ്ങനെ നടക്കുകയും ചെയ്യും. ആ നടത്തത്തിൽ ഒരു മുട്ടുസൂചി വീണാൽ ക്ലാസ് കേൾക്കാം, അത്ര ഡിസിപ്ലിൻ. ദാമോദരൻ മാഷെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ വളരെ സ്ട്രിക്റ്റാണ്. അതുകൊണ്ടാണ് കുട്ടികൾ ഇവിടെ അച്ചടക്കത്തിലാണ് ഈ സ്കൂളിൽ നിന്ന് തിരിച്ചു പുറത്തേക്ക് പോകുന്നത്. വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചു. കോഴിക്കോട് ജില്ലയിൽ തന്നെ എണ്ണം പറയുന്ന അദ്വിതീയമായിട്ടുള്ള എടുത്തു പറയാൻ പറ്റുന്ന നിരവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അന്ന് വേറെ വിദ്യാലയങ്ങളിൽ ഒന്നുമില്ലാത്ത, അത് പിന്നീട് നിരന്തരം തുടർന്നു വന്ന ഒരു പ്രത്യേകത, വൈകുന്നേരം സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്നത് കുട്ടികൾ പോയി അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് അധ്യാപകന്മാരും അവരുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ അവരുടെ ലാവണങ്ങളിലേക്കോ പോയി. എന്നാൽ അവിടെ അങ്ങനെയായിരുന്നില്ല. അവിടെ എല്ലാ ദിവസവും അധ്യാപകന്മാർ കുട്ടികളുടെ വീടുകൾ സന്ധ്യയോടുകൂടി സന്ദർശിച്ച് ആ കുട്ടികളെ നിരീക്ഷിക്കണം എന്നൊരു നിശ്ചയമുണ്ടായിരുന്നു. മറ്റേതു പാഠശാലയിൽ നിന്നും വിഭിന്നമാക്കുന്ന ഗൃഹസന്ദർശനം എന്നൊരു പദ്ധതിയെ ദാമോദരൻ മാസ്റ്റർ ആ സ്കൂളിൽ ആവിഷ്കരിച്ചു. കുട്ടികളുടെ വീടുകളിൽ അധ്യാപകർ സന്ദർശനം നടത്തുകയും അവരുടെ പ്രവർത്തനങ്ങളും പഠന വിവരങ്ങളും മറ്റും അന്വേഷിക്കുകയും അവ കൃത്യമായി ഡയറിയിൽ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തു. ഈ പദ്ധതി കുട്ടിയുടെ പഠന നിലവാരത്തെ മെച്ചപ്പെടുത്തുവാനും അധ്യാപക രക്ഷകർത്തൃ ബന്ധം ഊഷ്മളമാക്കുവാനും ഓരോ കുട്ടിയെയും വിലയിരുത്തുന്നതിന് സഹായകമാവുകയും ചെയ്തു. എല്ലാവരും കുട്ടികളെ വീട്ടിൽ പോകലുണ്ട്. മാഷുമാർ രാത്രിയാണ് പോവുക. ഞങ്ങൾ സ്കൂളില്ലാത്ത ദിവസം ശനിയാഴ്ച ഞാൻ അടുത്തുള്ള എല്ലാ വീട്ടിലും പോയിട്ട് കുട്ടികളെ കാര്യമൊക്കെ അന്വേഷിക്കും. എന്നിട്ട് അത് വീട്ടുകാർ പറഞ്ഞു തരും എല്ലാ കാര്യവും. അസംബ്ലി എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ അസംബ്ലി കൂടിയായിരുന്നു. അതായത് അന്ന് ഹൗസ് വിസിറ്റ് ഉണ്ടായിരുന്നു. അന്നേരം ഹൗസ് വിസിറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ വീട്ടിൽ അധ്യാപകർ രാത്രി കുട്ടികളെ എങ്ങനെ പഠിക്കുന്നുണ്ടോ എന്ന് നോക്കി വരികയായിരുന്നു. അത് രാവിലെ നമ്മൾ എന്താ വെച്ചാൽ അസംബ്ലിയിൽ എന്താ നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് വായിക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അന്നേരം കുട്ടികൾ കുറേയൊക്കെ വരും എന്നുള്ള നിലയ്ക്ക് കുട്ടികൾ പഠിത്തത്തിൽ കുറേ കൂടി മുൻപന്തിയിൽ നിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടിക്ക് അഭിമാനിക്കാൻ വകയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അവനവിടെ ബഹളം കൂട്ടുകയായിരുന്നു, അല്ലെങ്കിൽ ഉറങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണുകയായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു സൂചനയാണ് ബാക്കിയുള്ളവർ. എല്ലാ വീട്ടുകാർക്കും എല്ലാ കുട്ടികൾക്കും എല്ലാ ദിവസവും അധ്യാപകന്മാർ വരും എന്നുള്ള ഒരു ബോധം, അല്ലെങ്കിൽ ഒരു ഭീതിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പമോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, പഠനമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളോട് ഉടനെ തന്നെ രക്ഷിതാക്കന്മാർ പറയുന്നത്, അധ്യാപകന്മാർ ഇപ്പോൾ
എപ്പോഴാണ് വരിക എന്നറിയില്ല എന്ന് പറയുമായിരുന്നു. അങ്ങനെ അധ്യാപകന്മാരുടെ വരവിനെ കാത്തിരിക്കുന്ന രീതിയിലാണ് അത് പിൽക്കാലത്ത് തുടർന്നു. അപ്പം അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വീടുകളും ഞങ്ങൾക്കറിയാമായിരുന്നു, എല്ലാ രക്ഷിതാക്കന്മാരെയും ഞങ്ങൾക്കറിയാമായിരുന്നു. അത് അച്ഛനെ മാത്രമല്ല, പലപ്പോഴും വിദ്യാലയത്തിൽ ഇപ്പോൾ ആരാണോ വിദ്യാലയത്തിൽ ബന്ധപ്പെട്ട് വരുന്നത് അവരെ മാത്രമാണ് അറിയുക. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നില്ല. ആ കുട്ടിയുടെ ജ്യേഷ്ഠൻ, അനിയൻ, അതുപോലെ മറ്റു പഠിപ്പിക്കുന്നത് അച്ഛനോ അമ്മയോ അമ്മാവനോ, ഇങ്ങനെയുള്ള വലിയ ബന്ധം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഉള്ള ചില പ്രത്യേകതകൾ മറ്റ് വിദ്യാലയങ്ങളിൽ നിന്നൊക്കെ വ്യതിരിക്തമായി ആ വിദ്യാലയത്തിനുണ്ടായിരുന്നു. അതിൻ്റെ മികവും ആ വിദ്യാലയത്തിനുണ്ടായിരുന്നു. അധ്യാപകരൊക്കെ നല്ല സ്നേഹത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അധ്യാപകരും അധ്യാപികമാരും. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സ്കൂളിന് വേണ്ടിയിട്ട് എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു എതിരഭിപ്രായം ഇല്ലാതെ നല്ല കാര്യമാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് അതിനെ പ്രവർത്തിക്കും, ആ വിജയത്തിലെത്തിക്കും. എന്ത് പരിപാടിയായാലും പ്രഗത്ഭന്മാരായ പല അധ്യാപകന്മാരും അന്ന് അവിടെ പ്രവർത്തിക്കാനുണ്ടായി. ഈ പ്രാദേശികമായ അധ്യാപകന്മാർക്ക് പുറമേ നമ്മുടെ തെക്കൻ ജില്ലകളിൽ നിന്ന്, അതേപോലെ കണ്ണൂർ പോലെയുള്ള വടക്കൻ ജില്ലകളിൽ നിന്ന് ഒക്കെയുള്ള അധ്യാപകന്മാർ ഈ വിദ്യാലയത്തെക്കുറിച്ച് കേട്ടും അറിഞ്ഞുമൊക്കെ അധ്യാപനം ചെയ്യുവാൻ വേണ്ടി ഇവിടെ വന്ന ഒരു വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന ടീച്ചേഴ്സ്, ഇനി എൻ്റെ ഓർമ്മയുള്ളത്, ഞാൻ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ട് അവിടെ പലരും. അപ്പം അവരൊക്കെ വളരെയധികം സ്കൂളിന് വേണ്ടി എന്ത് ചെയ്യാനോ, അതായത് അച്ഛൻ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യങ്ങളോ എന്തെങ്കിലും പറഞ്ഞാൽ അത് വളരെ ആത്മാർത്ഥതയോടുകൂടി അത് ചെയ്യാൻ വേണ്ടി അത്രയധികം അവരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു വലിയ ഘടകമാണ് സ്കൂളിൻ്റെ പുരോഗതിക്ക്. കാരണം നല്ലൊരു ടീമായിരുന്നു അത്. ശരിക്കും കുറേ ടീച്ചേഴ്സ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അന്നുണ്ടായിരുന്ന എല്ലാ ടീച്ചേഴ്സിനും പറയാം. കാരണം ആ ഒരു യൂണിറ്റി അത് ഭയങ്കരമായിരുന്നു. ദാമോദരൻ മാഷ് അദ്ദേഹം പ്രധാന അധ്യാപകൻ എന്നുള്ളതോടൊപ്പം തന്നെ ഈ വയോജന വിദ്യാഭ്യാസം എന്നുള്ള രീതിയിലുള്ള പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഡിസ്ട്രിക്ട് ചുമതലക്കാരനായി ആ ചുമതലയും ഏറ്റെടുത്തുകൊണ്ട് വൈകുന്നേരങ്ങളിൽ അങ്ങനെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സംവിധാനം നടത്തുന്നതിൻ്റെയും നേതൃത്വം ഏറ്റെടുത്തു. അതേപോലെ തന്നെ അവിടെ ഇന്നത്തെ നമ്മുടെ സ്കൗട്ട് ഗൈഡ്, ഇത് രണ്ടും ആ കാലത്ത് മറ്റ് വിദ്യാലയങ്ങളിൽ ഒന്നും ഇല്ലാത്തപ്പോൾ തന്നെ ആ വിദ്യാലയങ്ങളിൽ വരികയും സ്കൗട്ടിൻ്റെ ഔദ്യോഗികമായ ചുമതല, ജില്ലാ ചുമതലയും സംസ്ഥാന ചുമതലയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ സ്കൗട്ട് മാഷായി തന്നെ സ്കൗട്ടിൻ്റെ വേഷത്തിൽ ഒക്കെ അദ്ദേഹം തന്നെ നേരിട്ട് കുട്ടികൾക്ക് പ്രചോദനവും പ്രശിക്ഷണവും ഒക്കെ കൊടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ നല്ല ഒരു സ്കൗട്ടിൻ്റെ കേന്ദ്രം കൂടിയായി. ഗൈഡ്സിൻ്റെ ചുമതല ഉണ്ടായിരുന്നു. ക്യാമ്പ് ഉണ്ടാവും, സ്കൂളിൽ വെച്ചിട്ടും ഉണ്ടാകലുണ്ട്. വേറെ സ്കൂളിൽ പോകേണ്ടി വന്നിട്ടുണ്ട്, അവിടെ താമസിക്കണം. ആ ക്യാമ്പ് സ്കൂളിൽ വെച്ചിട്ട് ഒരിക്കൽ ക്യാമ്പൊക്കെ സ്കൂളിൽ നടത്തിയിട്ടുണ്ട്. സ്കൂളിൽ അങ്ങനെയൊക്കെയുള്ള പേരുള്ള സ്കൗട്ടിൻ്റെ ഇതിലേ നല്ല ഇതായ കുട്ടികളൊക്കെ എല്ലാവരും ഒരു 10-40 കുട്ടികളൊക്കെ സ്കൗട്ടിൽ ഉണ്ടായിരുന്നു അന്നൊക്കെ. മറ്റൊന്ന്, ആ കാലത്ത് കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്താൻ വേണ്ടിയിട്ട് സഞ്ചയിക എന്ന് ഇന്ന് അപൂർവം വിദ്യാലയങ്ങളിലേ അതുള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളും ഒരു ബാങ്കിങ് സിസ്റ്റം പഠിക്കാനുള്ളതാണ്. കുട്ടികളെ സമ്പാദ്യശീലം ഫസ്റ്റ് തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ചെറിയ സ്കൂളായിരിക്കും എനിക്ക് തോന്നുന്നത്. ബജറ്റ് സഞ്ചയിക എന്ന് പറയുന്നത് ഒരു വിദ്യാലയത്തിൽ എത്ര കുട്ടികളാണോ ഉള്ളത് ആ കുട്ടികൾ മുഴുവൻ ആ സഞ്ചയികയിൽ അംഗങ്ങളാവുക എന്നുള്ളതാണ്. അന്ന് 1000-ലേറെ കുട്ടികൾ ആ വിദ്യാലയത്തിൽ പഠിക്കുന്നത്. പിന്നെ രാവിലെ കുട്ടികൾ പിന്നെ നിക്ഷേപം കൊണ്ടുവരിക, ആഴ്ചയിൽ ഒരു ദിവസം തിങ്കളാഴ്ച കൊണ്ടുവരിക, ചില 1 റുപ്യ 2 റുപ്യ. അപ്പോൾ ആ എല്ലാ കുട്ടികളും 1-ാം ക്ലാസ് മുതൽ 7-ാം തരം വരെയുള്ള മുഴുവൻ കുട്ടികളും അവയിൽ അംഗങ്ങളാവുകയും അവർക്ക് സാധിക്കാവുന്ന രീതിയിലുള്ള സമ്പാദ്യം നടത്തുവാനുള്ള ഈ സഞ്ചയികയിൽ അവർ ചേരുകയും ചെയ്തു. അപ്പോൾ സഞ്ചയിക ഉദ്യോഗസ്ഥന്മാരുടെ, സർക്കാരിൻ്റെ ഒക്കെ അതിൻ്റെ പേരിലുള്ള വലിയ ആനുകൂല്യങ്ങളും അതേപോലെ തന്നെ അഭിപ്രായങ്ങളുമൊക്കെ ആ വിദ്യാലയത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ദാമോദരൻ മാഷ കാലത്താണ് ആ സ്കൂളിൻ്റെ സുവർണ്ണ കാലഘട്ടം. എല്ലാ രംഗത്തും അദ്ദേഹം സജീവമായിരുന്നു. പാഠ്യപ്രവർത്തനത്തിലായാലും പാഠ്യേതര പ്രവർത്തനത്തിലായാലും എല്ലാ രംഗത്തും അദ്ദേഹം സജീവമായിരുന്നു. അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ എല്ലാ സൂപ്പർവിഷൻ നടത്തുകയെന്ന് എല്ലാ ടീച്ചേഴ്സ് എല്ലാം ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒബ്സർവേഷൻ ഡയറി എഴുതാൻ എല്ലാ ക്ലാസ്സിലും അദ്ദേഹം പോകുമായിരുന്നു. പിന്നെ നല്ല ടീച്ചേഴ്സിനും കുട്ടികൾക്കും എല്ലാം അദ്ദേഹത്തെ ഒരു പേടിയായിരുന്നു.
പെട്ടെന്ന് ഓരോരോ ക്ലാസ്സിലും വന്ന് പെട്ടെന്ന് ചോദ്യം ചോദിക്കുകയും ഗുണഘോഷം ചോദിക്കുകയും അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടികളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പിന്നെ നല്ലൊരു പ്രാസംഗികനായിരുന്നു, എല്ലാ രംഗത്തും സജീവമാണ്. അതുപോലെ തന്നെ പെൻഷൻ സംഘടനയിലായാലും അദ്ദേഹം അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറി അങ്ങനെയുള്ള ഉന്നത സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് അവാർഡ് എനിക്ക് തോന്നുന്നു ബാലുശ്ശേരി സബ് ജില്ലയിൽ ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ദാമോദരൻ മാഷൊക്കെയായിരുന്നു. സ്കൂള് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. സ്കൂളിന് അങ്ങേയറ്റം പ്രവർത്തിച്ച ഒരാളാണ്. ആകാശവാണി കോഴിക്കോട്. ഇന്നത്തെ ചിന്ത അവതരിപ്പിക്കുന്നത് ശ്രീ ശിവപുരം ദാമോദരൻ. നിർഭയത്വം, ധൈര്യം എന്നിവ ആത്മജ്ഞാനം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഉണ്ടാവുകയില്ല. ഒരു കലാലയത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ ചാലകശക്തിയായി മാറുകയും തൻ്റെ ശിഷ്യരെ അതുല്യ പ്രതിഭകളായി വാർത്തെടുക്കുകയും സാമൂഹികമായ ഇടപെടലുകൾ കൊണ്ടും പാഠ്യപാഠ്യേതര രംഗത്തെ പ്രവർത്തന മികവ് കൊണ്ടും ജനപ്രീതി നേടിയ ശ്രീ ദാമോദരൻ മാസ്റ്ററെ 1973-74 അധ്യയന വർഷത്തിൽ സംസ്ഥാനം മികച്ച അധ്യാപകനുള്ള അവാർഡ് നൽകി ആദരിച്ചു. സ്കൂളിൽ നല്ല നിലവാരത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് അച്ഛന് ആ കാലത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നുണ്ട്. സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഞാനും പോയിട്ട് അന്ന് അത് അവാർഡ് മേടിക്കും മാവേലിക്കര വെച്ചിട്ടായിരുന്നത് ആ സ്റ്റേറ്റ് അവാർഡ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അന്ന് ജനങ്ങളൊക്കെ വലിയൊരു സ്വീകരണമൊക്കെ കൊടുത്തിട്ടുണ്ട് അച്ഛന്. അതൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ. ഇതേപോലെ വലിയ രീതിയിൽ കണ്ണൂർ ജില്ലയിൽ വിദ്യാലയം നടത്തി സംസ്ഥാന അവാർഡിനും ദേശീയ അവാർഡിനും ഒക്കെ അർഹനായിരുന്ന ശ്രീ മൊറാഴ ഗോപാലൻ മാഷ്, അദ്ദേഹം ദാമോദരൻ മാഷയുടെ ഈ വിദ്യാലയത്തെക്കുറിച്ച് കേട്ടറിഞ്ഞുകൊണ്ട് തേടിപ്പിടിച്ചു വന്ന് ഇവിടെ അധ്യാപകനാവുകയായിരുന്നു. ഈ വിദ്യാലയത്തിൻ്റെ ചില മാതൃകകളാണ് പിന്നീട് അദ്ദേഹം തിരിച്ചു പോയതിന് ശേഷം അവിടെ തന്നെ ഒരു വിദ്യാലയത്തിൽ അധ്യാപകനായി പ്രധാന അധ്യാപകനായി ഒക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് ഇവിടെ നിന്ന് ലഭിച്ച അറിവും അതേപോലെ തന്നെ ഇവിടുത്തെ സാഹചര്യങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി ഇതേ പദ്ധതികൾ അവിടെ നടപ്പാക്കിക്കൊണ്ടാണ് ആ വിദ്യാലയത്തിൽ പ്രവർത്തിച്ചത്. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡിനും അതേപോലെ ദേശീയ അവാർഡിനും ഒക്കെ അർഹമാകുന്ന രീതിയിലുള്ള ഒരു വലിയ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് ഉയർത്താൻ കഴിഞ്ഞു. അദ്ദേഹം പലപ്പോഴും അനുസ്മരിക്കുന്ന സമയത്ത് ഈ വിദ്യാലയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മാതൃക എനിക്ക് ലഭിച്ചിരുന്നില്ലെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു അധ്യാപക അവാർഡ് കിട്ടുവാനുള്ള ഒരു യോഗ്യതയും ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ദാമോദരൻ മാഷ് കാണിച്ച മാതൃകയും ഈ വിദ്യാലയത്തിൻ്റെ മാതൃകയുമാണ് എനിക്ക് വളരെ പ്രധാനമായ രീതിയിൽ ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ കഴിഞ്ഞത് എന്ന് പല സമയത്തും പല സന്ദർഭങ്ങളിലും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കാലത്ത് സ്കൂളിൽ 1300-ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. 36 അധ്യാപകർ ഉണ്ടായിരുന്നു. പല മേഖലകളിൽ നിന്നും, തലയാട് ഭാഗങ്ങളിൽ നിന്നും, മങ്കയം ഭാഗത്തുനിന്ന്, കിനാലൂർ ഭാഗത്തുനിന്ന്, പിന്നെ ബാലുശ്ശേരി ഭാഗത്തുനിന്ന്, ബാലുശ്ശേരി മുക്ക്, പിന്നെ പൂനൂർ വരെ, പൂനൂരിൻ്റെ 19 വരെയുള്ള കുട്ടികൾ, പൂനൂർ 19 വരെയുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം കുട്ടികൾ പല മേഖലയിൽ നിന്നും നടന്നു വന്നിട്ടും ബസ്സിന് വന്നിട്ടും. റിട്ടയർമെൻറ്റിന് ശേഷവും സ്കൂൾ കാര്യത്തിൽ വളരെ ആക്റ്റീവാണ്. കാര്യം ആ സ്കൂളിൻ്റെ പുരോഗതിയും കാര്യങ്ങളെ പറ്റിയും എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതേപോലെ തന്നെ മുമ്പുള്ള ഈ സോഷ്യൽ ആക്ടിവിറ്റീസ് അതിലും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ദാമോദരൻ മാസ്റ്ററുടെ ഒരു നേതൃത്വം അത് വളരെ ശക്തമായ രീതിയിൽ ഈ വിദ്യാലയത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കരുത്തും കഴിവുമൊക്കെ അതിനുണ്ടാക്കി. മാഷ് അതിപ്പോൾ നമ്മളിപ്പം പറഞ്ഞ ഈ SSൻ്റെ ഒക്കെ ഒരു മോഡല് പിന്നെ പണ്ടേ മാഷ് നടപ്പാക്കി എന്ന് പറയുക വന്നതിപ്പോഴാണെങ്കിലും. മാഷ് നല്ല ഒരു സ്നേഹമുള്ള മനുഷ്യനാണ് കേട്ടോ. വളരെ സ്ട്രിക്റ്റ് ആണെങ്കിൽ ദാമോദരൻ മാഷ് വളരെ സ്നേഹമാണ്. പിന്നെ മാഷ് ഇടയ്ക്കെല്ലാം ക്ലാസ്സിൽ വരികയും പിന്നെ നമ്മളെങ്ങനെ നോക്കുകയും ചെയ്യും, നമ്മൾ കുട്ടികളോട് എങ്ങനെ ഇടപെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അദ്ദേഹം സ്കൂളിൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ സെക്കൻഡിൽ സ്കൂളിൽ എത്തും. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ അധ്യാപകർക്കും ചെറിയൊരു ഭയം ഉണ്ടാവും. കാരണം അദ്ദേഹത്തോടുള്ള സ്നേഹമോ ബഹുമാനമോ എന്തൊക്കെയോ ആണ്, ഒരു ഭയം എല്ലാവർക്കും ഉണ്ടാകും. അത് തന്നെയാണ് നമ്മൾ ബസ് കയറിയാലും മറ്റ് എവിടെ പോവുകയാണെങ്കിലും അദ്ദേഹത്തിന് കണ്ടാൽ ഒരു റെസ്പെക്റ്റ് രേഖപ്പെടുത്തുന്ന രീതിയിൽ എല്ലാവരും പെരുമാറും. ശങ്കരൻ മാസ്റ്ററിൽ നിന്ന് ദാമോദരൻ മാസ്റ്ററിലേക്ക് ഈ കൈമാറ്റം ചെയ്യപ്പെട്ട മാനേജ്മെൻറ്റ്, ആ മാനേജ്മെൻറ്റ് എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശങ്കരൻ മാസ്റ്ററിൽ നിന്ന്
പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ദാമോദരൻ മാസ്റ്റർ ശ്രമിച്ചിട്ടുണ്ടോ, ആ സത്യസന്ധമായിട്ടുള്ള വളരെ ലളിതപൂർണമായ ജീവിതം നയിച്ച് ഈ സ്കൂളിനെ കോഴിക്കോട് ജില്ലയിലെ കേരള സംസ്ഥാനത്ത് തന്നെ എണ്ണം പറയുന്ന UP സ്കൂൾ ഒന്നാക്കി മാറ്റാൻ ദാമോദരൻ മാസ്റ്റർക്ക് സാധിച്ചു. സ്കൂളിൻ്റെ വിജയം എന്ന് പറയുന്നത് തന്നെ എല്ലാവരും ഒരു കൂട്ടായ്മയോട് കൂടി പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ വിജയം വരുന്നത്. അപ്പോൾ അത് സ്കൂളിലെ അച്ഛൻ്റെ കൂടെ തന്നെ സ്കൂളിലെ സ്റ്റാഫും അവർക്കൊപ്പം കുറച്ച് നല്ലൊരു ടീം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലവരായ കുറേ ആൾക്കാർ, പേരൻസും നാട്ടുകാരും, പ്രത്യേകിച്ചും നാട്ടിലുള്ള ആൾക്കാരും വളരെ സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ അതാണ് അന്നത്തെ ശരിക്കും ഒരു വിജയം വരാനുള്ള ഒരു കാരണം. റിട്ടയർഡ് ആയതിനു ശേഷവും സ്കൂളിൽ വന്ന് കാര്യങ്ങൾ തിരക്കുകയും വേണ്ട ഉപദേശം മാഷന്മാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാൻ എല്ലാ സ്കൂൾ നേരെ റിട്ടയർഡ് ആയിട്ട് വേറെ ഒന്ന് പിന്നെ സ്കൂളിൽ നിന്ന് അപ്പാട് വിട്ടുപോയിട്ടൊന്നുമില്ല. സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിനും റിട്ടയർഡ് ആയതിനു ശേഷവും മരണം വരെ സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിലും സജീവമായിട്ട് മാഷന്മാർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുകയും സ്കൂളിലേക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാൻ. വിജയങ്ങൾ കീഴടക്കിയ ഒരു വിദ്യാലയത്തെ എന്നും മുന്നിൽ നിന്നും നയിച്ച് അനവധി തലമുറകളെ വിദ്യാപൂരിതമാക്കി അദ്ദേഹം തുടർന്ന ആശയമൂല്യങ്ങളാൽ ഒരു സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം നേടി പ്രശസ്തിയുടെ മഹാപർവ്വങ്ങൾ താണ്ടിയ ആ അധ്യാപകർ ശ്രേഷ്ഠൻ മൃതിയടഞ്ഞു. അത് വളരെ ഒരു അപ്രതീക്ഷിതമായിട്ടാണ് അച്ഛൻ്റെ മരണം സംഭവിച്ചത്. വളരെ പ്രതിസന്ധി നിറഞ്ഞ ആ കാലഘട്ടത്തിൽ നിന്ന് സ്കൂളിനെ കൈപിടിച്ചുയർത്തിയ അദ്ദേഹത്തിൻ്റെ നിര്യാണം ഞങ്ങളിൽ ഒരു ശൂന്യത സൃഷ്ടിച്ചു. ബൈ പ്രൊഫഷൻ ഞാനൊരു അധ്യാപകനല്ലാതിരുന്നിട്ടും അച്ഛൻ എന്നെ ഏൽപ്പിച്ച ഈ കർത്തവ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഒരു ആശങ്ക എന്നിൽ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അച്ഛൻ്റെ സഹപ്രവർത്തകരും നല്ലവരായ നാട്ടുകാരും സുഹൃത്തുക്കളും അവരുടെയൊക്കെ പിന്തുണ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയിൽ വളരെയധികം സഹായകമായി. അതിനിടയ്ക്ക് വിദ്യാഭ്യാസ രംഗത്ത് പല മാറ്റങ്ങളും വന്നു. അങ്ങനെ മാറ്റം വന്നപ്പോൾ പിന്നെ നമ്മുടെ സാധാരണ വിദ്യാലയങ്ങളിൽ തന്നെ ഉള്ള കുട്ടികൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ മീഡിയങ്ങളിലേക്ക് പോകുന്നൊരു പ്രവണത വന്നപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരം വിദ്യാലയങ്ങൾ, സർക്കാർ വിദ്യാലയങ്ങളാവട്ടെ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാലയങ്ങളാവട്ടെ, അത്തരം വിദ്യാലയങ്ങളിലൊക്കെ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് കൂടി തുടങ്ങാം. പക്ഷേ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് മാത്രമായി തുടങ്ങാൻ കഴിയില്ല. അപ്പോൾ 1-ാം ക്ലാസ്സിൽ അത് തുടങ്ങണമെങ്കിൽ 3 ക്ലാസ് ഉണ്ടാവണം. 2 ക്ലാസ് നമുക്ക് മലയാളം മീഡിയത്തിൽ ഉണ്ടാവുക, പിന്നെ 1 ക്ലാസ്സും കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ തുടങ്ങാം എന്നൊരു നിയമം വന്നു. ബാലുശ്ശേരി സബ് ജില്ലയിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് മീഡിയം അവതരിപ്പിക്കുന്നത് നമ്മുടെ SMM UP സ്കൂളിലാണ്. അപ്പോൾ ഏറെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താവും എങ്ങനെയാവും എന്നുള്ള ഒരു പേടിയോട് കൂടിയാണ് തുടങ്ങിയത്. പക്ഷേ അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയത് ബീന ടീച്ചറാണ് അത് 1-ാം ക്ലാസ്സിലെ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. നമ്മുടെ ലൊക്കാലിറ്റിയിൽ നിന്നുള്ള കുട്ടികളെയൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് എന്തുണ്ടായിരുന്നു വെച്ചാൽ കുറേ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നമ്മുടെ സ്കൂളിലേക്ക് രക്ഷിതാക്കൾ തന്നെ സ്വന്തമായി വാഹനത്തിൻ്റെ ചാർജൊക്കെ വഹിച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ടുവരാൻ താല്പര്യമെടുത്തു. വർഷങ്ങൾക്ക് മുൻപ് ഹരിത ക്ലബിൻ്റെ പ്രവർത്തനം ഇവിടെ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ HM ആയിരുന്ന രത്നവൽ ടീച്ചറാണ് അതിന് സജീവമായ നേതൃത്വം നൽകിയത്. അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് സ്കൂൾ മുഴുവൻ പൂന്തോട്ടം ഉണ്ടാക്കുക, പിന്നെ ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, തോട് വൃത്തിയാക്കുക, ഔഷധ സസ്യങ്ങളുടെ ശേഖരിക്കുക, അവയുടെ ലിസ്റ്റ് ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിനാൽ തന്നെ സീഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഹരിത വിദ്യാലയം അവാർഡ് നമ്മളെ സ്കൂളിന് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. സ്കൂളെന്നും ആ ഒരു സംഗതി അത് പെർഫെക്റ്റായിട്ട് നിലനിൽക്കുന്നൊരു സ്ഥാപനം, നല്ല രീതിയിൽ നിൽക്കുന്നൊരു സ്ഥാപനം. സ്കൂൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണത്. ബാലുശ്ശേരി സബ് ജില്ലയിൽ വേറെ UP സ്കൂളുകളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വിശാലമായൊരു ഗ്രൗണ്ട് ചിയോരോ സ്കൂൾ ഞങ്ങളുടെ സ്കൂളിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ കായിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ, ഓടാനും ചാടാനും അങ്ങനെയുള്ള പരിശീലനം കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്കൂളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറയാം, കുട്ടികളൊക്കെ തന്നെ ഈ കായിക പ്രവർത്തനങ്ങളിലൊക്കെ, കായിക മേളകളിലൊക്കെ മികച്ച നിലവാരം പുലർത്തുന്നതായിട്ടാണ് ഞാൻ കണ്ടത്.
പിന്നെ അതിനായിട്ട് ആത്മാർപ്പണം ചെയ്തിട്ടുള്ള അധ്യാപകരും ഒരുപാടുണ്ടായിരുന്നു അന്ന്. ബാലുശ്ശേരി സബ് ജില്ലയിൽ എല്ലാ മേഖലയും UP തലത്തിലും LP തലത്തിലും എല്ലാത്തിലും ഒന്നാം സ്ഥാനം നിലനിർത്തി പോരുന്നുണ്ട്. അതുപോലെ തന്നെ വോളിബോള്, ഫുട്ബോള് ആ മത്സരങ്ങളിലൊക്കെ ഒന്നുകിൽ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം എന്തായാലും ഈ സ്കൂളിനാണ് ലഭിക്കാറുള്ളത്. അതുപോലെ തന്നെ വോളിബോൾ കോച്ചിങ് ക്യാമ്പ്, ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് എല്ലാം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ആ പാരമ്പര്യം നിലനിർത്തി പോകാൻ എല്ലാ അധ്യാപകരെയും സഹകരണം പൂർണ്ണമായിട്ടുണ്ടാകുന്നുണ്ട്. കാരണം മുഴുവൻ ആൾക്കാരും ഇവിടെ ഏകദേശം എല്ലാ അധ്യാപകരും സ്പോർട്സിൽ പ്രത്യേക താല്പര്യമുള്ള അധ്യാപകരാണ്. അതുകൊണ്ട് എല്ലാവരും കൂട്ടായിട്ടുള്ള പ്രയത്നം കൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ ഈ സ്കൂളിന് സാധിച്ചിട്ടുള്ളത്. നല്ല മികവ് കാണിച്ചിട്ടുണ്ട്. സബ് ജില്ലാ സ്പോർട്സിൽ ഒക്കെ വിജയം വരിച്ചിട്ടുണ്ട്. വോളിബോളിൽ വിജയം വരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, അത് സ്കൂളിൽ തന്നെയാണ് വേറൊരു ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സേവ് വോളിബോൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് അവരും വോളിബോളിൻ്റെ കാര്യത്തിലൊക്കെ കുട്ടികൾക്ക് നല്ല പരിശീലനമൊക്കെ കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഒരു കോച്ചിങ് കൊടുക്കാൻ വോളിബോൾ അതേപോലെ സ്പോർട്സിൻ്റെ ഒക്കെ അവിടെയുള്ള നല്ല ചില കോച്ചുകളുണ്ട്. ഹൈദരാബാദിൽ കോച്ചായി പ്രവർത്തിച്ച ഒരു പ്രേമേട്ടൻ, അതേപോലെ തന്നെ മിലിറ്ററിയിൽ നിന്ന് തിരിച്ചു വന്ന ഒരു കോച്ച് സുധാകരൻ, അങ്ങനെ ഒരു UP സ്കൂളിൽ കുട്ടികൾക്ക് ഈ തരം ഗെയിമിന് അല്ലെങ്കിൽ സ്പോർട്സിന് കോച്ചിങ് കൊടുക്കുന്ന സംവിധാനവും സത്യത്തിൽ മറ്റൊരു വിദ്യാലയത്തിലും ഉണ്ടായിരുന്നില്ല. അതും നമ്മുടെ വിദ്യാലയത്തിൽ തന്നെയാണ് ആരംഭിച്ചത്. അതിന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ നല്ല രീതിയിൽ തന്നെ ആ കോച്ചുമാർ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്പോർട്സിനും അതേപോലെ തന്നെ ഗെയിംസിനും ഒക്കെ ഇന്നും നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള അവസരം അവിടെ അതുകൊണ്ട് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ വിദ്യാലയത്തിലൂടെ പഠിച്ചു പോയ പല ആളുകളും, ഇന്ന് രക്ഷിതാക്കളായിട്ടുള്ള പല ആളുകളും ജോലി നേടിയത് ഈ വിദ്യാലയത്തിൽ പഠിച്ച് വോളിബോള് അതുപോലെ തന്നെ മറ്റ് കലാരംഗത്തൊക്കെ പഠിച്ചിട്ടാണ്. നിരവധി ആളുകൾ നമ്മുടെ ഈ തേനാക്കുഴി അതുപോലെ തന്നെ കരിമല തുടങ്ങിയ പ്രദേശത്ത് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല ദൂര സ്ഥലത്ത് നിന്നും ഇന്ന് ഈ വിദ്യാലയത്തിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്നത്. കലാകായിക രംഗത്ത് വളരെയധികം പ്രതിഭകളെ വാർത്തെടുത്ത ഒരു കലാലയമാണ് നമ്മുടേത്. ഇന്നും ആ നേട്ടങ്ങൾ തുടരുന്നതും ആ പാരമ്പര്യം നിലനിർത്തുന്നതും അഭിമാനം തന്നെയാണ്. പാഠ്യേതര രംഗത്ത് നമ്മുടെ സ്കൂള് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഓരോ കുട്ടിക്കും പ്രത്യേക പരിഗണന നൽകുക എന്നുള്ളതാണ് നമ്മുടെ സ്കൂളിൻ്റെ മുദ്രാവാക്യം. എല്ലാ കുട്ടികളെയും പഠന നിലവാരത്തിലേക്ക് മെച്ചപ്പെടുത്തുക എന്ന രീതിയിൽ എല്ലാ അധ്യാപകരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ബാലുശ്ശേരി സബ് ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂള് എന്ന സ്ഥാനം അലങ്കരിക്കുവാൻ നമ്മുടെ സ്കൂളിനും സാധിച്ചത്. ഈ സ്ഥാപനം ഈ സാമൂഹിക, സാംസ്കാരിക, അതേപോലെ എല്ലാ രംഗങ്ങളിലും, സാഹിത്യ രംഗങ്ങളിലെല്ലാം അന്ന് മുതൽ ഇന്ന് വരെ അദ്വിതീയമായ സ്ഥാനം കൈവരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മുൻകാലങ്ങളെ പോലെ സ്കൂളിൻ്റെ അക്കാഡമിക് നിലവാരം ഇപ്പോഴും വിജയകരമായി തുടർന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു പേര് വന്ന സ്കൂളാണ്. അതിൽ യാതൊരു സംശയമില്ല. എല്ലാ മേഖലയിലും 2016 ആണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള 10 ക്ലാസ് റൂമുകളുള്ള പുതിയ ബിൽഡിംഗ് മാനേജർ ഉണ്ടാക്കിയത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ രവീന്ദ്രനാഥാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഹൈടെക് രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നത്തെ ക്ലാസ് റൂമിലുണ്ട്. അപ്പോൾ ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, നമുക്കറിയാം പാഠപുസ്തകങ്ങളിലൊക്കെ IT സംബന്ധമായ കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പരിശീലനം എല്ലാ അധ്യാപകർക്കും ലഭിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് വിദ്യാർത്ഥികൾക്ക് നല്ലതായ രീതിയിലുള്ള ഒരു പരിശീലനം കൊടുക്കാൻ ഞങ്ങൾ വേണ്ടത്ര ശ്രമിക്കുന്നുണ്ട്. പിന്നെ ബിൽഡിംഗ് തന്നെ 10 ക്ലാസ് റൂം പുതിയ ബിൽഡിങ്ങിലേക്ക് വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കോൺക്രീറ്റ് ബിൽഡിംഗ്, കോൺക്രീറ്റ് ക്ലാസ് റൂമുകൾ 10 എണ്ണം. ശ്രീ കരോൾ പ്രകാശ് അദ്ദേഹം മാനേജർ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഭൗതികമായ വലിയ തോതിലുള്ള പരിവർത്തനങ്ങൾ, വലിയ കെട്ടിടങ്ങൾ, പഴകിയ കെട്ടിടങ്ങളൊക്കെ മാറ്റി കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തന പദ്ധതികൾക്കെല്ലാം വളരെ വളരെ വലിയ ശ്രദ്ധ കൊടുക്കുന്ന ഒരു മാന്യദ്ദേഹം കൂടിയാണ്.
അക്കാദമിക തലത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന, അക്കാദമിക തലത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാതര സൗകര്യങ്ങളും ഏർപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന ഈ ഇന്നത്തെ കാലഘട്ടത്തെ വെല്ലുവിളികളെ നേരിടാൻ കുട്ടികളെ പര്യാപ്തമാക്കണം. അത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ കൂടുതലായി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാനേജറാണ് ശ്രീ കരോൾ പ്രകാശ്. കാലോചിതമായ മാറ്റങ്ങൾ സ്കൂളിൽ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. 2000 നടന്ന പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് സ്കൂളിൽ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ സ്കൂളിൽ എന്ത് കലാപരിപാടികളൊക്കെ നടത്തുമ്പോൾ വിപുലമായ രീതിയിൽ നടത്താൻ ഞങ്ങൾക്കത് ഏറെ സൗകര്യമുണ്ട്. അതിന് മുഖ്യമായ പങ്ക് വഹിച്ചത് അന്നത്തെ PTA ആണ്. PTA നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു പൊതുവിദ്യാലയത്തിന് ഒരു PTA കമ്മിറ്റിക്ക് ഏത് രീതിയിലൊക്കെ ഇടപെടാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന PTA കമ്മിറ്റികൾ. കമ്പ്യൂട്ടർ ലാബ് പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടെ 12ഓളം കമ്പ്യൂട്ടറുകളും അതിൻ്റെ ഫർണിച്ചറുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായത്തോടുകൂടെ പഴയ ഹാള് പൂർണ്ണമായിട്ടും നിലം ടൈൽ ചെയ്ത് അതിൻ്റെ ഭംഗി വരുത്തി അതും നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ PTA കമ്മിറ്റിക്ക് ഒരു സ്കൂളിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനോട് നമ്മൾ ഏറ്റവും വലിയൊരു മാതൃകയായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോഴത്തെ PTA കമ്മിറ്റി, മുൻകാല PTA കമ്മിറ്റികളെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ നാട്ടുകാരെ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് PTA കമ്മിറ്റി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. മാനേജറുടെ ഭാഗത്തുനിന്നും അധ്യാപകരുടെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല പിന്തുണയാണ് PTA കമ്മിറ്റിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. PTAയുടെ പങ്കാളിത്തവും നാട്ടുകാരുടെ പിന്തുണയും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കും. ശിവപുരത്തെ ഈ സ്കൂൾ എല്ലാ പ്രവർത്തനവും സ്കൂളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. സ്കൂൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ നിന്ന് രക്ഷിതാക്കളിലേക്കും, രക്ഷിതാക്കളിൽ നിന്ന് ആ നാട് മുഴുവനും അത് സ്വീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ കുട്ടികൾ പഠനം എന്ന രീതിയിൽ മാത്രമല്ല, നമ്മുടെ പ്രദേശത്തെ, ശിവപുരം എന്ന പ്രദേശത്തിലേക്കുള്ള അതിൻ്റെ എല്ലാവിധ ഗുണപരമായ അംശങ്ങളും ആ നാട് മുഴുവൻ സ്വീകരിക്കുകയും അതേപോലെ നാടിൻ്റെ ഗുണപരമായ അംശങ്ങൾ കുട്ടികളെ എത്തിക്കുന്ന പരസ്പര പൂരിതമായിട്ടുള്ള സ്കൂളും കൂടിയാണ് നമ്മുടെ ഈ ശങ്കരൻ മാസ്റ്റർ മെമ്മോറിയൽ AP സ്കൂൾ. ജീവിതത്തിൽ എന്തൊരു സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ്. മക്കൾക്ക് ഒരു ഭക്ഷണം വെച്ച് കൊടുക്കുക, മക്കളായിട്ട് കളിക്കുക, അത് വലിയൊരു എല്ലാ വിഷമങ്ങളും എല്ലാം മറക്കാൻ കഴിയുന്നൊരു ഇതാണ്. അത്രയും നല്ലൊരു അനുഭവമാണ്. ആവുന്നിടത്തോളം കാലം ഈ കുട്ടികളെ കൂടെ തന്നെ കഴിയണം എന്നുള്ളൊരു, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കുറേ കാലം കൂടി കഴിയണം എന്നുള്ളൊരു ഇതുകൂടി ആഗ്രഹം കൂടി. ഇവിടെ കലാ സാംസ്കാരിക രംഗത്താണെങ്കിലും പഠനത്തിൻ്റെ രംഗത്താണെങ്കിലും വളരെയേറെ നല്ല രീതിയിൽ വളരെ പുരോഗമനപരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇന്ന് ഇതിൻ്റെ ഇപ്പോഴത്തെ മാനേജർമാർ, ഇവിടുത്തെ അധ്യാപകർ, ഇവിടുത്തെ PTA കമ്മിറ്റി ആൾക്കാർ, കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴൊക്കെ ഉള്ള ആൾക്കാർ, അതോടൊപ്പം സർവോപരിയായി നമ്മുടെ നാട്ടുകാരും വളരെ ശ്രമകരമായി നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നു. ഈ വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങിപ്പോയ ഒരുപാട് ആളുകൾ സമൂഹത്തിൻ്റെ പല തലങ്ങളിലും പല നിലകളിലുമൊക്കെ വളർന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. അവരൊക്കെ ചിലരൊക്കെ ചക്രവാളത്തോളം അവരുടെ മേഖലകളിൽ വളർന്നു പോയ ആൾക്കാർ നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഒരു വിദ്യാലയം എന്ന നിലയ്ക്ക്, അതിൻ്റെ വിദ്യാർത്ഥി എന്ന നിലയ്ക്കൊക്കെ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. സബ് ജില്ലാ തലത്തിൽ ബാലുശ്ശേരി ഉപജില്ലയിലെ ഏതൊരു സ്കൂളിൻ്റെ പേരെടുത്തു പറയുകയാണെങ്കിലും അതിൽ പ്രഥമ ഗണനീയമായി വരുന്ന ഒരു പേരായി ശങ്കരൻ മാസ്റ്റർ മെമ്മോറിയൽ AUP സ്കൂൾ എന്ന് പറയേണ്ടി വരും എന്ന തരത്തിലേക്ക് ഈ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും, അതൊരു അക്കാദമികമാകട്ടെ അനക്കാദമികപരമാകട്ടെ പാഠ്യേതര പ്രവർത്തനങ്ങളാവട്ടെ ഏത് പ്രവർത്തനങ്ങളിലും അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം, ഒരു നേതൃനിരയിലേക്ക് വളർന്നു വരാൻ സാധിച്ചിട്ടുള്ള ഒരു സ്കൂളാണിത്. ഗതകാലത്തിന്റെ പ്രതിസന്ധികളിൽ പതറാതെ തങ്ങളുടെ ഇച്ഛാശക്തിയാലും ദൃഢനിശ്ചയത്താലും ഈ കലാലയത്തെ മുന്നിൽ നയിച്ചവരുടെയും പ്രയത്നമർപ്പിച്ചവരുടെയും ഫലമായി ഉന്നതികൾ താണ്ടിയ വിദ്യാലയം അതിൻ്റെ വിജയവീതികളിലൂടെ സമകാലത്തെത്തി നിൽക്കുമ്പോൾ മെച്ചപ്പെട്ട സാഹചര്യങ്ങളോടെ ആധുനിക വിദ്യാഭ്യാസ രീതിയിൽ പുതുതലമുറയെ നയിക്കുന്ന ചരിത്രസമ്പന്നമായ ഈ കലാലയം ഒരു നാടിൻ്റെ വിദ്യാപാരമ്പര്യത്തിൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തിയ അടയാളമാണ്. നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം, ഞങ്ങൾ പാടുമീശ്വരം
സ്വർഗമാകണേ അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഒരു കലാലയം ഒരു നാടിൻ്റെ വിജയമാണ്. അവിടെ ജീവിക്കുന്ന ഓരോ വ്യക്തികളെയും തലമുറകളെയും അറിവുകൊണ്ട് പ്രബുദ്ധരാക്കുവാൻ ആ കലാലയത്തിന് കഴിവുണ്ട്. ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിത്വത്തെ, നിലവാരത്തെ മെച്ചപ്പെടുത്തുവാൻ എക്കാലവും വിദ്യാലയം പരിശ്രമിക്കുന്നു. നാളെയുടെ വാഗ്ദാനമായ ഒരു കുട്ടിയെ വാർത്തെടുക്കുവാൻ ഉതകുന്ന രീതിയിൽ മികച്ച അധ്യാപനം നൽകുവാൻ ഇന്നലകളിൽ എന്ന പോലെ ഇനിയും ഈ വിദ്യാലയത്തിന് സാധിക്കട്ടെ. അറിവിൻ്റെ പ്രകാശബിന്ദുവായി ഈ കലാലയം ശോഭനമായി തുടരേണ്ടത് ഒരു വലിയ അനിവാര്യത കൂടിയാണ്. മികച്ച സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഈ കലാലയത്തിൻ്റെ യാത്രയിൽ ഒരു പങ്കാളിയായതിൽ എനിക്ക് അഭിമാനമുണ്ട്. അമ്മു, അമ്മേ, അന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന നിലയിലൊന്നും ഉണ്ടാവില്ലായിരുന്നു അല്ലേ?